ഹായ് ഹലോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിൻ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണല്ലേ. നമ്മൾ ഫേസ് വാഷിനൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഒരു ഫേസ് വാഷ് നമുക്ക് സെറ്റാകാതെ പോകുമ്പോൾ വളരെ നിരാശ തോന്നാറുണ്ട്. നമ്മൾ ഒത്തിരി മാസ്കുകളും ക്രീമുകളും സൺസ്ക്രീനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഫേസ് വാഷും നമ്മുടെ സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ട് ഹെർബലായിട്ട് ഒരു ഫേസ് വാഷ് ഉണ്ടാക്കി നോക്കാം. ആരോഗ്യമുള്ള ചർമ്മവും തിളക്കവും ഭംഗിയും റിങ്കിൾസും ബ്ലാക്ക് സ്പോട്ടും ഒന്നുമില്ലാത്ത ചർമ്മത്തിന് ഫേസ് വാഷും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇഷ്ടം പോലെ ക്രീമുകളും പാക്കുകളും ഒക്കെ ഫേസിലിടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് വാഷുകളും ഉറപ്പായിട്ടും നമ്മുടെ സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട് ഫേസ് വാഷിന്. അതും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏജ് ആകാതെ നമ്മുടെ സ്കിൻ ചുരുങ്ങുന്നതും നമ്മുടെ സ്കിന്നിൽ സ്കാർസ് വരുന്നതും ബ്ലാക്ക് സ്പോട്ട് വരുന്നതും ഒക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി കെമിക്കൽസിന് നമ്മുടെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. കെമിക്കൽസിൻ്റെ ടച്ച് നമ്മുടെ സ്കിന്നിലേക്ക് ഒരുപാടുള്ളത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഏജ് ആകുന്നതും നമ്മൾക്ക് റിങ്കിൾസ് വീഴുന്നതും ബ്ലാക്ക് സ്പോട്ട് വരുന്നതും ഒക്കെ. സോ അങ്ങനെ ബ്ലാക്ക് സ്പോട്ട് ഒന്നും വരാതെ റിങ്കിൾസ് കുറേ നാളുകളേക്ക് നമുക്ക് ഈവൻ ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. എൻ്റെ 83 വയസ്സുള്ളവരൊക്കെയും ഫേസ് നല്ല ക്ലിയർ ആയിട്ട് വെച്ചിരിക്കുന്നത്. സോ അതുപോലെ നമ്മൾക്കും കുറേ നാളുകൾ നമ്മളുടെ സ്കിന്നിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കെമിക്കൽ ഫ്രീ ഫേസ് പാക്കുകൾ എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കെമിക്കൽ ഫ്രീ ഫേസ് വാഷാണ്. ഫേസ് വാഷിന് നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്കിൻ കെയറിൽ ബ്യൂട്ടി കെയറിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണുള്ളത്. നമ്മുടെ ഫേസിൽ അടിഞ്ഞുകൂടുന്ന എണ്ണമയമും ഡസ്റ്റും മൃതകോശങ്ങളും എല്ലാം നീക്കം ചെയ്ത് ആരോഗ്യമുള്ള ഒരു ചർമ്മം, നല്ല പുഷ്ടിയുള്ള നല്ല ഭംഗിയുള്ള സ്കാർസ് ഒന്നുമില്ലാത്ത ഒരു ചർമ്മം കിട്ടാനായിട്ട് നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് ഹെർബൽ ആയുർവേദിക് ഫേസ് വാഷാണ്. ആയുർവേദിക് മീൻസ് നേച്ചറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഫേസ് വാഷാണ്. അപ്പോൾ മികച്ച ഫേസ് വാഷ് ബ്രാൻഡുകൾ തപ്പി കടയിലേക്ക് ഓടണ്ട. നമുക്ക് രാസവസ്തുക്കൾ അടങ്ങാത്ത കെമിക്കൽ അടങ്ങാത്ത നല്ല ഒരു ഫേസ് വാഷ് ഇന്ന് നോക്കാം. ഒന്നല്ല, ഞാൻ 3 ഫേസ് വാഷുകൾ കാണിക്കുന്നുണ്ട്. ഒന്ന് ഫേസ് വാഷ് ക്രീമാണ്, ഒന്ന് ഫേസ് വാഷാണ്, അടുത്തതും ഫേസ് വാഷ് ക്രീം തന്നെയാണ്. സോ നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ത്രൂ ഔട്ട് ദ വീഡിയോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഫേസ് വാഷ് ഉണ്ടാക്കുന്നതെന്ന്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് സ്കിൻ കെയറിനെ കുറിച്ചെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. കമൻറ്റുകളിൽ കൂടെ ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ID ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിശദമായിട്ട് റിപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇമെയിൽ അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഏത് ലാംഗ്വേജിലാണെങ്കിലും നിങ്ങൾക്ക് തന്നെ അയക്കാം, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ സ്കിൻ കെയർ ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്നത് ഇതുപോലത്തെ ഹെർബൽ സ്കിൻ കെയർ തന്നെയാണ് ചെയ്യുന്നത്. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ മറ്റുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നില്ല എന്നല്ല അർത്ഥം. ഉറപ്പായിട്ടും ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ട്, മോയ്സ്ചറൈസർ ഉപയോഗിക്കാറുണ്ട്. അതുപോലത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ, നമുക്ക് മാക്സിമം കെമിക്കൽ അല്ലാത്ത സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ നോക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ ഒന്നുകിൽ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത അതിനെന്താ പറയുക, അങ്ങാടിക്കട എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ആയുർവേദ മരുന്നിൻ്റെ ഇൻഗ്രീഡിയൻസ് വിൽക്കുന്ന കടകളിൽ ഈ സാധനങ്ങളെല്ലാം തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ എൻ്റെയും നിങ്ങളുടെ കൂടെ കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ റൈറ്റിങ്സ്, എന്നോട് ചോദിക്കുന്ന ഡൗട്ടുകളെല്ലാം തന്നെ എന്നെ ഒരുപാട് ഹാപ്പി ആക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇനിയും നിങ്ങൾ എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സന്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച്. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഫേസ് വാഷ്, കെമിക്കൽ ഫ്രീ ഫേസ് വാഷിലേക്ക് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയും നിങ്ങൾക്ക് ആയുർവേദ മരുന്ന് കടയിൽ കിട്ടും കേട്ടോ. എവിടെ നിന്ന് കിട്ടും എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അങ്ങാടിക്കട, മരുന്ന് കട, ആയുർവേദ മരുന്ന് കട, ആ കടയിലൊക്കെ കിട്ടും. നമുക്ക് കൊച്ചു പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ബ്രഹ്മിയൊക്കെ വാങ്ങിക്കത്തില്ലേ, അങ്ങനത്തെ കടയിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. ഫേസ് വാഷിലേക്ക് ഫസ്റ്റ് നമുക്ക് വേണ്ടത് സോപ്പ് സീഡ് ജെല്ലാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫേസ് വാഷിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ സോപ്പ് സീഡ് എന്ന് പറയുന്നത്. സോപ്പ് കായ എന്ന് പറയും. ഇത് ഹെയർ വാഷ് ചെയ്യാനും ഫേസ് വാഷ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. സ്കിന്നിന് അത്രയ്ക്കും കെമിക്കൽ ഇല്ലാത്തൊരു ഫേസ് വാഷിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സോപ്പ് സീഡ്. ഇതിന് ഇംഗ്ലീഷിൽ റീത്ത എന്നാണ് തോന്നുന്നു പറയുന്നത്. ഞാൻ നോക്കിയിട്ട് ശരിക്കും പറയാം. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്ത് എടുക്കണം. ഇത് ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം വറ്റും, എന്നിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. നമുക്കൊരു 10 മിനിറ്റ് തിളപ്പിക്കാം.
ഇത് എല്ലാ ആയുർവേദ മരുന്ന് കടയിലും കിട്ടും. സിമ്മിലിടണം കേട്ടോ, അല്ലെ പാല് പോലെ തിളച്ചത് പൊങ്ങി തൂകിപ്പോവും. നന്നായിട്ട് ബോയിലായി കഴിഞ്ഞ് സിമ്മിലിടുക. തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. കടലമാവ്, ആര്യവേപ്പിൻ്റെ ഇല പൊടിച്ച പൗഡറാണ്. ഇത് റോസ് പെറ്റൽ പൗഡറാണ്. ഇത് സാൻഡൽവുഡ് പൗഡറാണ്. ഇത് കുറച്ച് പാൽപ്പൊടി, നമ്മുടെ സാധാരണ വെള്ളം, ഇത് കോക്കനട്ട് ഓയിൽ, ഇത് വന്നിട്ട് ഗ്രീൻ ടീ ആണ്. ഞാൻ 2 ടീ ബാഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ കെമിക്കൽ ഫ്രീ ഫേസ് വാഷ് ഉണ്ടാക്കുന്നതെന്ന്. കെമിക്കൽ ഫ്രീ ഫേസ് വാഷ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്നറിയാമോ? കൂടുതൽ കെമിക്കൽ നമ്മുടെ ഫേസിലും സ്കിന്നിലും കൈയുടെ സ്കിന്നിലും ഒക്കെ പെടപ്പെടെ നമുക്ക് റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമാകും. കെമിക്കൽസ് ആണ് എല്ലാത്തിനും കാരണം. അതുകൊണ്ട് നമുക്ക് കെമിക്കൽ മാക്സിമം ഒഴിവാക്കിയിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ പറ്റും. സോ ദിസ് ഈസ് ദ ഫേസ് വാഷ് വി ആർ ഗോയിങ് ടു make today with the sandalwood powder, rose petal powder, neem leaf powder, basil powder, milk powder, coconut oil, water, green tea, rice water and soap seed gel. ഇത് കഞ്ഞി വെള്ളമാണ്. ഞാൻ നന്നായിട്ട് വേവിച്ചിട്ടില്ല. ഇത് 2 വിസിൽ വന്നിട്ടേ ഉള്ളൂ കുക്കറിൽ. നമുക്ക് ഈ വെള്ളം മാത്രം മതിയാകും. നന്നായിട്ട് വെന്ത ചോറുള്ള കഞ്ഞിവെള്ളമല്ല. അരി എടുത്ത് ഏത് അരിയാണേലും ഓക്കെയാണ്. എനി റൈസ് ഓക്കെ, എനി റൈസ് ഈസ് ഓക്കെ. സോ ഇറ്റ്സ് ഹാഫ് കുക്ക്ഡ്, അതായത് പകുതി വെന്ത റൈസിൻ്റെ കഞ്ഞിവെള്ളമാണ്. നമുക്ക് ഈ കഞ്ഞിവെള്ളം മാത്രമായിട്ട് എടുക്കാം. ഞാൻ ഈ റൈസിലുണ്ടായിരുന്ന വെള്ളം മൊത്തം ഈ ഒരു പാത്രത്തിലേക്ക് എടുത്ത് നമ്മുടെ ഫേസ് വാഷ് ഉണ്ടാക്കാനായിട്ട് മിക്സ് ചെയ്യാനായിട്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇതാണ് സോപ്പ് സീഡ്. നമുക്കിത് 1 കപ്പ് കേട്ടോ, നമ്മൾ ചായ കുടിക്കുന്ന കപ്പിന് 1 കപ്പ് ഒഴിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കറ്റാർവാഴ ജെൽ, അലോവേറ ജെൽ ചേർക്കാം. നാച്ചുറലായിട്ട് നിങ്ങളുടെ അടുത്ത് അലോവേറ ജെൽ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാനൊരു വീഡിയോ ഇടാം എങ്ങനെയാണ് അലോവേറ ജെൽ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന്. അലോവേറ ജെൽ അല്ലെങ്കിൽ അലോവേറ ഓയിൽ മിക്സ് ചെയ്യാം നമുക്കിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതിയാകും. ഫസ്റ്റ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ഫേസ് വാഷ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇനി മണം വേണം എന്നുണ്ടെങ്കിൽ, മണമില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് സ്മെല്ല് വേണം എന്നുണ്ടെങ്കിൽ ഇത് ജവ്വാദ് എന്ന് പറഞ്ഞൊരു പൊടിയാണ്. ജവ്വാദ് നമുക്ക് കുറച്ചിടാം. ഇത് നിർബന്ധമൊന്നുമല്ല, ഇത് തികച്ചും ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനി നിങ്ങൾക്ക് സ്മെല്ല് വേണം എന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ മതിയാവും. ഓക്കെ, ഇതിനകത്തിട്ടിട്ട് മിക്സ് ചെയ്താം. ഓക്കെ, ദിസ് ഈസ് അവർ ഫേസ് വാഷ്. ഇതാണ് നമ്മളുടെ ഫേസ് വാഷ്. നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യാം. ഒട്ടും കെമിക്കലില്ല. ഞാൻ ചേർത്ത ജവ്വാദ് എന്ന് പറഞ്ഞ പൗഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി സ്മെല്ലിന് വേണ്ടി. നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ ഉള്ളത് ആ ബോട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ബോട്ടിനകത്ത് നിങ്ങൾക്ക് ഒഴിച്ചെടുക്കാനാണ്. നിങ്ങൾക്ക് കാണാൻ ഇത് നന്നായിട്ട് പതഞ്ഞ് വരും. ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കണം കേട്ടോ. അടുത്ത ഫേസ് വാഷ് ക്രീമിലേക്ക്, ഇതൊരു ഫേസ് വാഷ് ക്രീമാണ്. നമുക്ക് ആദ്യം വേണ്ടത് ഇത് കടലമാവാണ്. നമുക്ക് കടലമാവ് ഇടാം. ഇതിലേക്ക് നമുക്ക് റോസ് പെറ്റൽ പൗഡർ, റോസ് ഫ്ലവർ ഉണക്കി പൊടിച്ചാണ്, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് റോസ് പെറ്റൽ പൗഡറാണ്. നമുക്ക് കുറച്ച് റോസ് പെറ്റൽ പൗഡറും കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ആര്യവേപ്പില ഉണക്കി പൊടിച്ച്, ഇതെല്ലാം തന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് സാൻഡൽവുഡ് പൗഡറാണ്. ഇത് ശരിക്കും ചന്ദനപ്പൊടിയാണ് കേട്ടോ, നല്ല ചന്ദനത്തിൻ്റെ പൊടിയാണ്. ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണ്. ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച്
പാൽപ്പൊടി ഇടാം, 1 സ്പൂൺ പാൽപ്പൊടി. നമുക്കിതിലേക്ക് ഞാൻ ഗ്രീൻ ടീ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രീൻ ടീ ഒഴിച്ച് മിക്സ് ചെയ്യാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഗ്രീൻ ടീ ഇനിയും വേണം എന്നുള്ള പക്ഷം നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒരു കണ്ടെയ്നർ, ഇതുപോലെ മീൻസ് നിങ്ങളുടെ കയ്യിൽ ഏത് കണ്ടെയ്നറാണോ അവൈലബിൾ ഉള്ളത് അതിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾക്ക് ഇത് തീരുന്നിടം വരെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഉണ്ടാക്കാം. ഈ സാധനങ്ങൾക്കൊന്നും അത്ര വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞ പോലെ ആയുർവേദിക് മെഡിക്കൽ ഷോപ്പിൽ നിങ്ങൾക്ക് കിട്ടുമോ. ഇത് കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഏജിങ്ങിൻ്റെ സൈനോ റിങ്കിൾസോ ഒന്നും ഉണ്ടാകത്തില്ല. നല്ല കെമിക്കൽ ഫ്രീ ഫേസ് വാഷാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയിക്കണം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ച് കയ്യിലെടുത്ത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നല്ല റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്യുക. ഓക്കെ, അടുത്ത ഫേസ് വാഷിലേക്ക് ഞാൻ കുറച്ച് റൈസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പാൽപ്പൊടി ഇടാം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കോഫി പൗഡർ. ഇത് ഞാൻ പൊടിച്ച് വാങ്ങിച്ച കോഫി പൗഡറാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണേലും ഇടാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോപ്പ് ഇത് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഫേസ് വാഷ് റെഡിയാണ്. ഇത് വെച്ച് വാഷ് ചെയ്താൽ അത്രയും നല്ല ക്ലെൻസിങ് ആണ്. ഇത് ടാൻ റിമൂവ് ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ ഡീ ടാനിങ്ങും ഒക്കെ ചെയ്യുന്നതാണ്. ഫേസ് വാഷിന് സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഉണ്ട് കേട്ടോ. സോ ഇതിങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മിച്ചമുണ്ട്, ഒരുപാട് എക്സസ് എമൗണ്ട് ഓഫ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറിലാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേതെങ്കിലും ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് എല്ലാ സ്കിന്നിനും ഒരേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓയിലി സ്കിന്നിനും നോർമൽ സ്കിന്നിനും ഒക്കെ ഡ്രൈ സ്കിന്നിനും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഈ സ്കിൻ കെയർ ഒക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. ഇതെല്ലാം ആൻറ്റി ഏജിങ്ങിനും അല്ലാത്തവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്കിൻ സാഗിയാതെ കുറച്ച് ചുരുങ്ങാതെ പാടുകളൊന്നും വരാതെ സൂക്ഷിക്കാനായിട്ട് ഇതൊക്കെയും ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഫേസ് വാഷ് എല്ലാം നമ്മളിപ്പോൾ പായ്ക്ക് പറയുന്നുണ്ട്, ഫേസ് വാഷ് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ബാക്കി സ്കിൻ കെയർ ഒന്നും ചെയ്യണ്ട എന്നല്ല. പുറത്ത് പോകുമ്പോൾ ഉറപ്പായിട്ടും സൺ പ്രൊട്ടക്ഷൻ ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ വീഡിയോയിൽ കണ്ട ഫേസ് വാഷുകൾ 3 ടൈപ്പ് ഓഫ് ഫേസ് വാഷുകൾ എല്ലാം തന്നെ കെമിക്കൽ ഫ്രീ ആണ്. ഓക്കെ, 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ഇറിറ്റേഷനും ഒന്നും ഉണ്ടാകുകയില്ല. പിന്നെ ജവ്വാദ് പൗഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് വേണം, മണം വേണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുകൊണ്ട് സൈഡ് ഇഫക്ട്സ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയുക. 3-ൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കാം. സോപ്പ് ഗം, അതായത് വാട്ട് ഈസ് ദാറ്റ്, സോപ്പ് സീഡ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആയുർവേദ മരുന്ന് കട മീൻസ് കോട്ടയ്ക്കൽ അങ്ങനത്തെ കടകളല്ല, ആയുർവേദ മരുന്നിന് വേണ്ട ഇൻഗ്രീഡിയൻസ് വിൽക്കുന്ന കടയിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ്. പറ്റുമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഓൺലൈനിലുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ പ്രോഡക്ട്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാം, എന്നിട്ട് ഉപയോഗിച്ച് നോക്കൂ. പിന്നെ ഇത് ബാക്കി വരുന്ന നിങ്ങൾ ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന പ്രോഡക്റ്റുകളുണ്ടായിരിക്കുമല്ലോ, ഈ ഫേസ് വാഷും ഫേസ് വാഷ് ക്രീമും ഒക്കെ, അതെല്ലാം മിച്ചമുള്ളത് ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ മറക്കരുത്. സോ ഫ്രിഡ്ജിൽ ഒരു 7 days ഒക്കെ ഇരിക്കും ഉറപ്പായിട്ടും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്.